നമസ്കാരം, ഞാൻ മൃദുൽ വിനോദ്, പള്ളിക്കൽ മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ കൃഷി ഓഫീസറാണ്. അപ്പോൾ നമ്മളിന്ന് പള്ളിക്കൽ പഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ വരുന്ന 17-ാം വാർഡ് പാടശേഖര സമിതിയുടെ ഒരു ഭാഗമായിട്ടുള്ള പാടശേഖരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ട്രൈക്കോ കാർഡുകൾ വെക്കുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ട്രൈക്കോ കാർഡുകൾ എന്ന് പറയുന്നത് നമ്മളെ നെല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീടങ്ങളാണ് ഓലചുരുട്ടി പുഴുവും അതേപോലെ തണ്ടുതുരപ്പും പുഴുവും. ഈ രണ്ട് പുഴുക്കൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അവരുടെ നാച്ചുറൽ എനിമികളെ, അവരുടെ ശത്രു കീടങ്ങളെ നമ്മൾ മറ്റൊരു ജീവിയുടെ ഒരു പുഴുവിൻ്റെ മുട്ടയിൽ വളർത്തിയെടുത്ത് അതിനെ മുട്ടക്കാടുകളിലേക്ക് പേസ്റ്റ് ചെയ്ത് അത് നമ്മൾ പാടത്ത് വെക്കുന്ന രീതിയാണ് ഈ ട്രൈക്കോ കാർഡുകൾ വെക്കുന്ന രീതി കൊണ്ട് അവലംബിക്കും. അതിൽ രണ്ട് പ്രാണികൾക്കുമെതിരെ രണ്ട് ശത്രു പ്രാണികളുണ്ട്. അതായത് ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കം എന്ന് പറയുന്ന ഒരു പ്രാണി തണ്ടുതുരപ്പൻ പുഴുവിനെ നശിപ്പിക്കുന്നുവെങ്കിൽ ട്രൈക്കോഗ്രമ്മ ചിലോണിസ് എന്ന് പറയുന്ന ജീവി ഓലചുരുട്ടി പുഴുവിനെ നശിപ്പിക്കുന്ന ജീവിയാണ്. അപ്പോൾ ഈ രണ്ട് ജീവികളെ നമ്മൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ വളർത്തിയെടുത്ത് ആണ് നമ്മളിവിടെ ഈ കാർഡുകളിലേക്ക് പേസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മഷൂർ. ഞാൻ കൊണ്ടോട്ടി MA കോളേജിലെ ബയോടെക്നോളജി വിഭാഗം മേധാവിയാണ്. ഞാൻ എൻ്റെ പാടത്ത് രണ്ട് തരം നെല്ലാണ് ചെയ്യുന്നത്. ഒന്ന് ഉമ വെറൈറ്റിയും അതുപോലെ തന്നെ രക്തശാലി വെറൈറ്റിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നട്ട് 65 സെൻറ്റ് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നുള്ളത്. അപ്പോൾ നട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പം പാടത്ത് നെല്ലിൽ ഇലച്ചിരുട്ടി പുഴുവൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. ഏകദേശം 50% പ്ലാനിനെ തന്നെ ചെയ്തിരുന്നു ഈ ഇലച്ചിരുട്ടി പുഴുവൊക്കെ എഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് കൃഷിഭവനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പം ഞാൻ ഏത് കീടനാശിനിയാണ് അടിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോഴാണ് കൃഷി ഓഫീസറോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ബയോ കൺട്രോൾ മെക്കാനിസം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്, ട്രൈക്കോ ഗാർഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് വെച്ച് നോക്കാൻ നമുക്ക് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ത് ചെയ്ത് ഈത്തച്ചിറയിലുള്ള ഇതിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള സെൻറ്ററിൽ നിന്ന് ഒരാൾ വരികയും 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ട്രൈക്കോ ഗാർഡ് അതിൻ്റെ ഇൻസെക്റ്റിൻ്റെ എഗ്ഗ് വെക്കുകയും ചെയ്ത് അങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്തു അത് വെച്ചു. ഇപ്പം ഏകദേശം 5 പ്രാവശ്യം അതിൻ്റെ ട്രൈക്കോ ഗാർഡ് വെക്കുകയും ഇപ്പം ഏകദേശം എല്ലാ ഇൻഫെസ്റ്റേഷനും തന്നെ പോവുകയും ചെയ്തു. നെല്ലൊക്കെ നന്നായി വളരുകയും ചെയ്യുന്നുണ്ട്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പള്ളിക്കൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അഗ്രോ സർവീസ് സെൻ്റർ ഉണ്ട്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഗ്രോ സർവീസ് സെൻ്റർ. ഈ അഗ്രോ സർവീസ് സെൻ്ററിലെ 5 തൊഴിലാളികൾക്ക് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ചിട്ട് പരിശീലനം ലഭിച്ചിട്ടാണ് അവർ വഴിയാണ് നമ്മൾ ഈ കാർഡുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹായവും അതേപോലെ നബാർഡിൻ്റെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ നാജിദ ഉമ്മർ അവരുടെയൊക്കെ ഒരു നിർദ്ദേശത്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. നിലവിൽ അതിൻ്റെ 3ാമത്തെ ഘട്ടം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് സിന്ധു, അഗ്രോ സർവീസ് സെൻ്ററിലെ തൊഴിലാളിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ട്രൈക്കോ ഗാർഡിൻ്റെ ട്രെയിനിങ് കിട്ടിയത് തവനൂർ KVKൻ്റെ ഇതിൽ 1 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. 5 പേർക്കാണ് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടിയത്. നാജിദ മേഡാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് തന്നത്. പിന്നെ നബാർഡിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങൾക്ക് സാധനങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഫീൽഡിൽ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത്. കർഷകർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഫെസിലിറ്റേറ്ററും ബ്ലോക്കിൻ്റെ ADAയും കൃഷി ഓഫീസറാണ് ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നെൽകൃഷിയിൽ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിക്ക് 5 CC കാർഡുകളാണ് വെക്കാൻ വേണ്ടി പറയുന്നത്. 5 CC കാർഡുകൾ എന്ന് പറയുന്നത് 1 CCയുടെ 5 കാർഡുകളായിട്ടാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനകത്ത് ഒരു 10 കഷ്ണങ്ങളായിട്ട് വേറെ കിടക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ചെറിയ കാർഡുകൾ ഒരെണ്ണം 5 സെൻറ്റിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പം ടോട്ടൽ വരുമ്പം 1 ഹെക്ടർ സ്ഥലത്തേക്ക് 5 CC കാർഡുകളാണ് അതിൻ്റെ ഡോസായിട്ട് പറയുന്നത്. അത് വെക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട് 10 ദിവസം അല്ലെങ്കിൽ വിതച്ച് 10 ദിവസത്തിനകം ഫസ്റ്റത്തെ കാർഡ് വെക്കണം. പിന്നെ ഓരോ 10 ദിവസം ഇടവിട്ട് അങ്ങനെ 5 തവണകൾ അല്ലെങ്കിൽ 5-6 തവണകളായിട്ട് നമ്മൾ കാർഡുകൾ വെക്കണം. അത് ഓരോ നെല്ലിൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് 5-6 കാർഡുകളായിട്ട് നമ്മൾ വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ രീതി.
നമ്മളിപ്പം നട്ട് ഒരു ഏകദേശം 50 ദിവസം ആയിട്ടുള്ളൊരു ഫീൽഡാണ്. 50 കൂടുതലായി. അപ്പം അതിൽ ഈ ഭാഗത്തുള്ളത് രക്തശാലി നെല്ലാണ്, ഇവിടെ ഉള്ളത് ഉമ നെല്ലാണ്. അപ്പോൾ 2 നെല്ലിലും നമ്മൾ ഈ ട്രൈക്കോ കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രൈക്കോ കാർഡ് 2 ട്രൈക്കോ കാർഡുകളും ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കത്തിൻ്റെയും അതേപോലെ ട്രൈക്കോഗ്രമ്മ ക്ഷിലോണിസിൻ്റെയും 2 കാർഡുകളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നട്ട് 10 ദിവസത്തിലാണ് ആദ്യത്തെ കാർഡുകൾ വെക്കുന്നത്. പിന്നെ അതിന് ശേഷം ഓരോ 10 ദിവസം ഇടവിട്ടിട്ട് ആണ്, അങ്ങനെ 5 തവണകളായിട്ടാണ് നമ്മൾ കാർഡുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെച്ചപ്പം നമുക്കൊരു നല്ല വ്യത്യാസം ഈ ഫീൽഡുകൾ കാണാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ വർഷം ബാക്കിയുള്ള വയലുകളിലൊക്കെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഈ ഓലചുരുട്ടി പുഴുവിനും അതുപോലെ തണ്ടുതുരപ്പൻ പുഴുവിനും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രീൻ ലേബലിലായിട്ടുള്ള നമ്മളെ ഫെയിം അതുപോലെ കൊറാജൻ തുടങ്ങിയ കീടനാശിനികളൊക്കെ നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു ചെറിയ റെസിസ്റ്റൻസ് പോലെ ഈ കീടങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് പല കൃഷിയിടങ്ങളിലും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻഫെസ്റ്റേഷൻ കൂടുതലായിട്ട് കാണുന്നത് നിലവിലെ അവസ്ഥയിൽ. പക്ഷേ നമ്മൾ ഈ ട്രൈക്കോ കാർഡുകൾ വെച്ച പ്ലോട്ടുകളിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല ഇലകളൊക്കെ വളരെ കൃത്യമായിട്ട്, ഇലചുരുട്ടി പുഴുവിൻ്റെയൊക്കെ ഇൻഫെസ്റ്റേഷൻ വളരെ കുറവ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ്. ഏകദേശം ഒരു 98% നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഫീൽഡായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത് തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയ കഥയായിട്ട് തന്നെ നമുക്ക് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കീടനാശിനി ഒഴിവാക്കിക്കൊണ്ട് തന്നെ നല്ല ഒരു കൃഷി ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ ആദ്യം തന്നെ ആഗ്രഹിച്ചായിരുന്നു. ഇപ്പം ഞാൻ പല ഇതിലൊന്നും എല്ലാധികവും ഞാൻ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീടനാശിനി ഒഴിവാക്കണം എന്നായിരുന്നു ഞാൻ പരമാവധി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം എനിക്ക് ഇലക്ട്രിസിറ്റി പുഴുവിനെതിരിൽ ഫെയിം എന്ന് പറഞ്ഞ കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ട്രൈക്കോ കാർഡ് വെച്ചുകൊണ്ട് അങ്ങനെ കീടനാശിനി ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കീടങ്ങളും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അതുപോലെ അത് ഫീൽഡിൽ വെക്കുമ്പോഴുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇത് ഫീൽഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് രക്തശാലി എന്ന് പറയുന്ന നാടൻ നെല്ലിനാണ്. അപ്പം പൊതുവേ നമ്മൾ രക്തശാലി എന്നൊക്കെ പറയുന്ന ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി കൂടിയുള്ള നെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔഷധം എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സുരക്ഷിത കൃഷിയായിട്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ഒരു വിളയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് വേറെ ഒരു ജൈവ രീതിയിലുള്ള ഒരു ജീവി തന്നെയാണല്ലോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ 100% ഇത്തരത്തിലുള്ള വിളകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിൽ നമ്മളിത് പച്ചക്കറി വിളകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള, പച്ചക്കറികളിലെ തണ്ടുതുരപ്പൻ കൈതുരപ്പൻ പുഴുക്കൾക്കെതിരെയൊക്കെ കൂടി നമ്മളിത് ചെയ്തു നോക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ കൃഷിയിലേക്ക് കൂടി നമുക്കിത് കൂടുതലായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും നെൽകൃഷിക്ക് ഇത് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് നമ്മളിപ്പോൾ നമ്മളെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് വളരെയധികം ഉപകാരമായി. ഇപ്പോൾ ഞാനിതിൽ എന്നെ സഹായിച്ച കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും കൃഷി ഓഫീസറോടും എല്ലാവരും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പാടശേഖര സമിതികൾക്കോ അല്ലെങ്കിൽ കൃഷിഭവനുകൾക്കോ ഈ സാധനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫീൽഡുകളിൽ കൃത്യമായിട്ട് വെക്കാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ, അത് ഏകദേശം ഒരു 60 ദിവസം മുന്നെങ്കിലും നമ്മൾ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നിലവിൽ നമുക്ക് അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ബാക്കി കാര്യങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അവിടെ പള്ളിക്കൽ അഗ്രോ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവിടുന്ന് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവർ തരുന്നതാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പള്ളിക്കൽ കൃഷിഭവനെയോ കൊണ്ടോട്ടി കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിക്കും. അപ്പം പിന്നെ മലപ്പുറം ജില്ലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും ഇത് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വളാഞ്ചേരി ബ്ലോക്കിലുള്ള എടയൂർ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ കീഴിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടങ്ങളിലൊക്കെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കൊണ്ടോട്ടി ഏരിയയിലും അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടോട്ടി ഭാഗത്തൊക്കെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടിയിലുള്ള പ്രവർത്തിക്കുന്ന നമ്മൾ അഗ്രോ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രൈക്കോ കാർഡുകൾ വാങ്ങിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതുമാണ്.